ESF കോഴ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഈ 2-3 വ്ളോഗ് ഇട്ടിട്ട് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇത് എത്ര നേരം ഒരു ദിവസം ഫുഡ് നമ്മളാണെങ്കിൽ ഇന്ന് ലോണ്ടറി കൊടുത്ത പുറപ്പൊക്കെ തിരുമ്പി കൊടുന്ന് സെറ്റാക്കി വെച്ച് കുളിച്ച് മാറ്റി ബസ് പോയി. രാവിലത്തെ ചായ ആണെങ്കിൽ ഇന്ന് ഇഡ്ഡലി അങ്ങനെ റൂമിലെത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും പൈച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നാട്ടിൽ നിന്ന് വന്ന ബേക്കറി മിച്ചറൊക്കെ എടുത്ത് കണ്ട് തിന്നാൻ തുടങ്ങി. ഞാനെന്തിനപ്പോൾ ഇത് ഇങ്ങനെ എത്ര എക്സ്പ്രഷൻ ഇട്ട് കണ്ട് എക്സ്പ്രഷൻ കിങ് ആവണമെന്നൊക്കെ നിങ്ങളിപ്പോൾ ഈ വിചാരിച്ചിരുന്ന ഒരു നുറുക്കുന്ന സംഭവത്തിന് പല്ലുവേനോണ്ടാണ്, വേറെ ഒന്നും ഉണ്ടല്ലോ. എന്തായാലും എക്സ്പ്രഷൻ ഉണ്ട്, സെറ്റല്ലേ. അത് കഴിഞ്ഞ് പിന്നെയും കിടന്നുറങ്ങി. നീച്ചപ്പോത്തിന് നമ്മൾ ബീഫ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബീഫിനാണെങ്കിൽ വൈറ്റ് റൈസും നാരങ്ങച്ചാറും നേപ്പാളീസിൻ്റെ ദേശീയ ഭക്ഷണമായ ദാൽ കറിയും കൂട്ടിക്കൊണ്ട് കുഴച്ചത്. അപ്പോൾ ചെറിയൊരു ഗ്രാപ്പ് കിട്ടിയപ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്ത് ഒരു ചായ ഇട്ട് തുടങ്ങി. ചായ വന്ന് ഗ്രീൻ ടീ ആണ്. നമ്മൾ ഷുഗർ കട്ടായതുകൊണ്ട് വിത്തൗട്ട് ഷുഗർ. നാട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി കൊടുത്ത് വെച്ചിട്ട് ബീഫിന് നല്ലൊരു അഭിപ്രായം പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ റഷീദൊക്കെ പൊറോട്ടയും ബീഫുമാണ് എടുത്ത കോമ്പിനേഷൻ. അതും ഇറച്ചിയും തൊള്ളിക്കിട്ട് നല്ലൊരു ചിരിയുണ്ട് പാസ്സാക്കി തന്നെ. നൈറ്റത്തെ ഫുഡാണെന്നുണ്ടെങ്കിൽ നൂൽപുട്ട് ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ നൂൽപുട്ട് എന്നാണ് പറയുക. ഞങ്ങളുടെ നാട്ടിൽ എന്താ നൂൽപുട്ട് എന്ന് എന്താ പറയുക, ഇടിയപ്പം എന്നോ വെള്ളപ്പം എന്നോ. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ഹോട്ടൽ ഫീഡ് ആകുമ്പോൾ സുഖമാണല്ലോ, എന്ത് ഫുഡ് വേണമെങ്കിൽ കിട്ടുമല്ലോ എന്നാണ്. ശരിയാണ്, എന്ത് ഫുഡും കിട്ടുകയൊക്കെ ചെയ്യും. ഫുഡ് കഴിക്കേണ്ട സമയത്ത് കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി